നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. തന്റെ മനസ്സിലുള്ള അതേ ചിന്തകളാണ് അവൾ ഇപ്പോൾ തന്നോട് പങ്കുവെച്ചെന്നോർക്കെ ഭൂയിൽ അത് ഒരുപാട് സന്തോഷം നിറച്ചു. ഞാൻ കരുതിയ പോലെയല്ല താൻ, ഇത്ര വിശാലമായ ചിന്താഗതി തനിക്കുണ്ടാവുമെന്ന് ഞാൻ കരുതിയതേയില്ല. അവൾ ചിരിയോടെ ഇരിക്കുന്ന ഭൂവിയോടായി അത് പറഞ്ഞതും അവളുടെ ചിരി കൂടുതൽ മനോഹരമായി. ആ സമയം തന്നെയാണ് മാധവ് നായർ അവർക്കരിയിലേക്ക് വന്ന്. ചെറിയമ്പുരാട്ടി, അയാൾ നീലിക്കരികിൽ വന്നുകൊണ്ട് അവളെ നോക്കി വിളിച്ചു. അവരിരുവരും ഒരുപോലെ അയാളെ നോക്കി. തമ്പുരാട്ടിക്കുട്ടിയെ തിരുമേനി തിരക്കുണ്ട്, അയാൾ നീലിയെ നോക്കി പറഞ്ഞു. അവളിൽ ചെറിയ രീതിയിൽ ഒരു പരിഭ്രമം ഉയർന്നു. അവൾ ഇന്ദ്രൻ വരുന്നുണ്ടോ എന്നപ്പോൾ കുളക്കടവിന്റെ ഭാഗത്തേക്കൊന്ന് എത്തി നോക്കി. ഒറ്റയ്ക്ക് പോകാനൊരു മടി. തിരുമേനി എവിടെയാ? അവൾ അയാളെ നോക്കി തിരക്കി. ക്ഷേത്രത്തിനകത്തുണ്ട് കുഞ്ഞേ, അയാൾ പറഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്ന് നീങ്ങി. പോണില്ലേ? അയാൾ പോയിട്ടും പോവാതിരിക്കുന്നവളെ നോക്കി ഭൂവി തിരക്കി. ഇന്ദ്രേട്ടൻ വന്നില്ലല്ലോ. കുഞ്ഞിനെ ചേച്ചി ഏൽപ്പിച്ചിട്ട് പോയാ അവൾ കരഞ്ഞ് വാശി പിടിച്ച് ചേച്ചിയെ ബുദ്ധിമുട്ടിച്ചാലോ? അവൾ അവിടേക്ക് പോകാനുള്ള മടിയോടെ തിരക്കി. എന്നാ കുഞ്ഞിനെയും കൊണ്ട് പോയിക്കോ, ഭൂവി അവളെ നോക്കി പറഞ്ഞു. അത് വേണ്ട, ഞാൻ ഇന്ദ്രേട്ടൻ വന്നിട്ട് പോയിക്കോളാം, അവൾ പോകാൻ മടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ വരാൻ വൈകിയാലോ? എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെങ്കിലോ? ഇയാൾ പോയിട്ട് വാ, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, അവൾ ഒന്നുകൂടെ നിർബന്ധിച്ചു. മനസ്സില്ലാ മനസ്സോടെ നീലി അവിടെ നിന്ന് നടന്ന് നീങ്ങി. തിരുമേനി, നീലി അകത്തേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. ആ ഒരു കുട്ടി. അവളെ ശങ്കിച്ച് നിൽക്കുന്നവളെ കാണെ അദ്ദേഹം അവൾ അരികിലേക്ക് വിളിച്ചു. അവൾ മടിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന ചിന്തയിൽ അവൾക്കുള്ളിൽ നിറയെ പേടി തോന്നി. പേടിയുണ്ടോ കുട്ടിക്ക്? അദ്ദേഹം തനിക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നവളിലെ ഭയം മനസ്സിലാക്കിയതുപോലെ അവളോട് തിരക്കി. അവളൊന്ന് മൂളി. നീലിക്കുട്ടി ഇങ്ങനെ പേടിക്കാനും മാത്രം ഇവിടെ പോന്ന് നടന്നില്ലാലോ. അദ്ദേഹം തന്നെ സ്വതസിദ്ധമായ ചിരിയോട് അവളോട് പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. പേടിക്കണ്ട, കഴിഞ്ഞ ദിവസം സംഭവിച്ച പോലൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇന്ന് തന്നെ കുട്ടിയെ ഇവിടേക്ക് വരുത്തിയത്. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കെ അവൾക്കുള്ളമൊന്ന് തണുത്ത് അവൾ അറിഞ്ഞു. ഇന്നലെ എന്താണ് സംഭവിച്ചെന്ന് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ കുട്ടിക്ക്? ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകൾ അതെനിക്ക് വ്യക്തമായിട്ട് ഓർക്കാൻ കഴിയുന്നുണ്ട് തിരുമേനി, അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമായിരിക്കണം നൽകേണ്ടത്, അയാൾ പറഞ്ഞു. അവൾ വീണ്ടും അതിനൊന്ന് മൂളി. തീയതി അറിയോ നിനക്ക്? അയാളുടെ ആ ചോദ്യം കേൾക്കെ അവളുടെ നെറ്റിൽ വരകൾ വീണു. കാവിലെ കുളത്തിൽ മുങ്ങി. അതെ, അയാൾ അവളെ പൂർത്തിയാക്കാൻ വിടാതെ പറഞ്ഞു. അപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം എന്നായിരിക്കും കുട്ടി ചിന്തിക്കുന്നില്ലേ? അയാൾ തിരക്കിയതും അവൾ അറിയാവുന്ന ഉമിനീരിറക്കിപ്പോയി. നീലിക്കുട്ടിയെ കാണാൻ തീയതിയെ പോലെയാ, അതുകൊണ്ടായിരിക്കും അവള് നിന്നെ തെരഞ്ഞെടുത്ത്, അയാൾ ചിരിയോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു വന്നു. ഇവരുടെ ഈ സംസാരം കേട്ട് വന്ന മാധവൻ നായരിലും അതേ ഞെട്ടലായിരുന്നു. കേട്ട വാർത്തയുടെ നടുക്കത്തിൽ അയാൾ ഒരു നിമിഷം അനങ്ങാനാവാൻ നിന്നുപോയി. പിന്നെ ആരോ അവിടേക്ക് വരുന്നു എന്ന് തോന്നിയതും വേഗം അവിടുന്ന് മാറി. എന്നാൽ അയാളുടെ ആ പാഞ്ഞുള്ള പോക്കാണ് ഉദ്ദേശിച്ച കാര്യം നടന്ന പോലെ തിരുമേനിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. അവരാണോ? അവൾ അതേ ഭാവത്തിൽ അയാളോട് തിരക്കി. എന്തിനാ? അവളൊരു വിക്കലോടെ ചോദിച്ചു. അവളെ ഇല്ലാതാക്കിയത് ആ തറവാട്ടിലുള്ള ആരോ ആണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതും, അയാൾ പറഞ്ഞു. നേരത്തെ അവളിൽ നിന്ന് പോയ ഭയം അവളിലേക്ക് തന്നെ തിരിച്ചെത്തിയിരുന്നു. എങ്ങനെ കണ്ടുപിടിക്കാനാ? അവൾ അയാളോട് തിരക്കി. ഇനി ഞാൻ പറയുന്ന കാര്യം അത് തൽക്കാലം നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. കുട്ടിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞു കേൾക്കെ അവളിലെ ആദ്യം അധികരിച്ചു. പക്ഷെ ഇതിൽ എന്റെ പങ്കെന്താ? ആളൊന്ന് ഉമിനീരിറക്കിക്കൊണ്ട് അയാളുടെ ഉത്തരത്തിനായി കാത്തു നിന്നു. അതിനദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം പറഞ്ഞു തുടങ്ങി. അതിന് നീ തേതിയാവണം. അത് കേട്ടത് അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പുറത്തിയാടുന്നവരൊന്ന് മിഴിഞ്ഞു. തിരുമേനി? അവൾ കേട്ട കാര്യത്തിന്റെ നടുക്കത്തിൽ അയാളൊന്ന് വിളിച്ചു. തേതിയാവണം എന്ന് ഞാൻ പറഞ്ഞതിന് അവളെ നീ വീണ്ടും നിന്റെ ശരീരത്തിലേക്ക് ക്ഷണിക്കണം എന്നൊരർത്ഥമില്ല കുട്ടി. പിന്നെ അവരുടെ മുമ്പിൽ നീ ഇപ്പൊ തേതിയാണ്, അതങ്ങനെ തന്നെ തുടരണം. എനിക്ക് കഴിയില്ല, ഇന്ദ്രേട്ടൻ അറിയാതെ ഒന്നിനും എനിക്ക് കഴിയില്ല, പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. കഴിയണം, എല്ലാത്തിനും ഒരു അവസാനം കാണണമെങ്കിൽ ഇതിങ്ങനെ തുടരാതെ വേറെ വഴിയില്ല. ദേ ഈ ചരട് അരി കെട്ടിക്കോളൂ, ഇത് അവളുടെ ദൃഷ്ടി വീണ്ടും നിന്നിൽ പതിയുന്നതിൽ നിന്നും തടയും. ആളത് വേഗം കൈനീട്ടി വാങ്ങി. എല്ലാം ഒന്ന് ഒതുങ്ങും വരെ തൽക്കാലം ഇതൊന്നും ഇന്ദ്രകുഞ്ഞ് അറിയാതിരിക്കുന്ന നല്ലത്. എന്ത് ഞാനറിയുതെന്നാ തിരുമേനി പറയുന്നു? ആ ചോദ്യം കേട്ടോ നീലി ഞെട്ടിക്കൊണ്ട് ചോദ്യം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ കുളിച്ച് ഈറനോട് നിൽക്കുന്ന ഇന്ദ്രനെയും മേഘനെയും കാണേ അവൾ അവരെയും തിരുമേനിയും മാറി മാറി നോക്കി. പറയാം, പക്ഷെ അതിനുള്ള സമയം ഇപ്പോഴല്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, തൽക്കാലം എല്ലാവർക്കും മുമ്പിൽ ഇവിടെ തീയതിയായി തന്നെ നിലകൊണ്ടോട്ടെ.
ഇവളുടെയും കുഞ്ഞിന്റെയും സുരക്ഷയ്ക്ക് അതാണ് നല്ലത്. അയാൾ പറഞ്ഞു. മേഘൻ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ അവരെ നോക്കി. അത് പറ്റില്ല തിരുമേനി. ഇന്ദ്രന്റെ ശബ്ദം അവിടെ ഉയർന്നു. അവന്റെ വാക്കുകൾ കേൾക്കെ അത് പ്രതീക്ഷയാണെന്ന പോലെ അയാളുടെ ചുണ്ടുകളൊന്ന് വിടുന്നു. ഇങ്ങനെ ഒരു കാര്യത്തിന് അവൾ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ എന്തിന്റെ പേരിലാണെങ്കിൽ കൂടി. ഇന്ദ്രൻ തന്നെ നോക്കി നിൽക്കുന്ന തിരുമേനിയോടായി അറുത്തുമുറിച്ച് പറഞ്ഞു. അയാൾ അപ്പോഴും അവനെ ചിരിയോടെ നോക്കി നിൽക്കുകയാണ് ചെയ്ത്. ഇന്ദ്രേട്ടാ. നീലി അവന്റെ ധാർഷ്ട്യം നിറഞ്ഞ സ്വരത്തിലുള്ള മറുപടിയും തിരുമേനിയുടെ മുഖത്തേക്ക് പാളി നോക്കിക്കൊണ്ട് അവനെ ദയനീയമായി വിളിച്ചു. എന്താ, നിനക്ക് ചന്ദ്രമംഗലത്തെ തേതിയായി ജീവിക്കണോ? അവളുടെ വിളി കേൾക്കി അവൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവന്റെ ആ ചോദ്യത്തിലും നോട്ടത്തിൽ അവളൊന്ന് പതറി. വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കരുത് തമ്പുരാൻ കുഞ്ഞേ. ചില തീരുമാനങ്ങൾ അത് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടവയാ. അയാൾ അവനെ നോക്കി ശാന്തമായ ഭാവത്തിലാണ് മറുപടി നൽകിയതെങ്കിലും അവന്റെ മുഖം അപ്പോഴും മുറുകി തന്നെയാണ് ഇരുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ നിൽക്കുന്നവൾ വെച്ചൊരു ഭാഗ്യപരീക്ഷണത്തിന് ഇന്ദ്രനില്ല. ആരാളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അവന്റെ വാക്കുകളിലെ ദൃഢതയിൽ നിന്ന് അറിയാമായിരുന്നു അങ്ങനെ ഒരു കാര്യത്തിൽ അവൻ തല പോയാലും സമ്മതിക്കില്ലെന്ന്. ഒരുപാട് ആഗ്രഹിച്ച് അതിലേറെ കാത്തിരുന്ന് സ്വന്തമാക്കിയതാ ഞാനിവളെ. അങ്ങനെയുള്ളവളെ വെച്ച് വിധിയോട് പൊരുതാൻ ഞാൻ ഒരുക്കമല്ല. എനിക്ക് ഇവളാണ് പ്രധാനം, ഇവള് മാത്രം. അവിടേക്ക് കടന്നു വരാൻ ഒരു തീയതിയെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല. അവന്റെ വാക്കുകളുടെ കാഠിന്യത്തിൽ ആ നെഞ്ചോരം ചേർന്ന് നിന്ന് അവന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കുന്നവൾക്കുള്ളിൽ ആ സമയം ഒരു വിസ്ഫോടനം തന്നെ നടന്നുകൊണ്ടിരുന്നു. അവൾ ഇമച്ചിമാൻ മറന്നുകൊണ്ട് അവനെ നോക്കി നിന്നുപോയി. ആദ്യമായിട്ടാണ് അവളിൽ നിന്ന് ഇങ്ങനെയൊരു സമീപനം അവൾ അനുഭവിച്ചറിയുന്നത്. ആ കണ്ണുകളിലും മനസ്സിലും ഒരുപോലെ താൻ മാത്രം നിറഞ്ഞു നിൽക്കുന്ന നിമിഷത്തെ അവൾ അത്രയും പ്രണയത്തോടെയാണ് നോക്കിക്കണ്ടത്. ഇവിടെ എന്തായി നടക്കുന്നത്? തിരുമേനി ഇത് എന്തൊക്കെയായി പറയുന്നത്? ഇന്നേരം അത്രയും ഒരു കാഴ്ചക്കാരനെ പോലെ നിന്ന മേഘന്റെ ചോദ്യമാണ് അവളെ അവനെന്ന മായാവലയത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന്. ദേ നിൽക്കുന്ന ഒരുത്തൻ വേണമെങ്കിൽ ഇവന്റെ ഭാര്യ പിടിച്ച തേതിയോ ദേവിയോ ആരാന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ എന്റെ പെണ്ണിനൊന്നും പ്രതീക്ഷിക്കണ്ട, അവളെ അതിന് കിട്ടില്ല. അവൻ നീലിൽ നിന്ന് വിട്ടകലാതെ മേഘനെ ചൂണ്ടിക്കൊണ്ട് തിരുമേനി നോക്കി പറഞ്ഞു. അവന്റെ ആ പറച്ചിലും ഭാവവുമെല്ലാം അയാളെ ഒരു കൊച്ചു കുഞ്ഞിനെയാണ് ഓർമ്മപ്പെടുത്തിയത്. തനിക്ക് പ്രിയപ്പെട്ട ഒന്നിനെ കുറച്ചു നേരത്തേക്ക് പോലും ആർക്കും കൈമാറില്ലെന്ന് വാശി പിടിക്കുന്ന ഒരു കുറുമ്പൻ ചെക്കന്റെ ഭാവം അതോർക്കെ ആളിലെ പുഞ്ചിരി കൂടുതൽ ഭംഗിയുള്ളതായി മാറി. നീ ഇതെന്ത് തേങ്ങയാക്കോ പറയുന്നത്? അവനെവിടെയാണ് നിൽക്കുന്നത് ഓർത്തും വിളിക്കാൻ വന്ന് പാതിയിൽ വെച്ച് നിർത്തിക്കൊണ്ട് അവന് നോക്കി പല്ലിയടിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ ഭാര്യയെ കുറച്ചു ദിവസത്തേക്ക് നിന്റെ മരിച്ചുപോയ അപ്പച്ചിയായിട്ട് കാണുമെന്ന് പറഞ്ഞാ എന്താ നീ ചെയ്യോ? ഇന്ദ്ര അവനെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ? അവനൊന്നും മനസ്സിലാവാതെ തിരുമേനി അവനെ മാറി മാറി നോക്കി. അയാൾ അവനോട് നടന്ന കാര്യങ്ങൾ ഓരോന്നും വിവരിച്ചു. മേഘനിൽ പ്രത്യേകിച്ചൊരു ഞെട്ടലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ അവനിൽ എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് തേതിയുടെ തിരിച്ചുവരവിനാണ്. അത് അവനിൽ എന്ത് വികാരമാണ് നിറച്ചതെന്നറിയാൻ കഴിയാത്ത വിധം അവന്റെ മനസ്സൊരു നിമിഷം ശൂന്യമായി പോയി. അമ്മ പറഞ്ഞറിഞ്ഞുള്ള തന്റെ അപ്പച്ചിയുടെ ജീവിതം അവൻ ഇന്നൊരു വിങ്ങലാണ്. ജീവിതത്തിന്റെ വർണ്ണങ്ങൾ ആഘോഷമാക്കേണ്ട വേളയിൽ ഒരുപറ്റം ചെന്നായ്ക്കളുടെ കടിച്ചുപറിക്കിടയിൽപ്പെട്ട് പൊലിഞ്ഞു പോയൊരു ജീവൻ. ദൈവത്തിന്റെ ക്രൂരമാർന്ന തീരുമാനങ്ങളിൽ ഒന്നിന് ഇരയാകേണ്ടി വന്നവർ. അവനൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് ഓർത്തു. ഓ, അത് അപ്പച്ചിയാണെന്ന് ഉറപ്പാണോ? എല്ലാം കേട്ടുകഴിഞ്ഞതും അവനിൽ നിന്ന് വന്ന ആദ്യത്തെ ചോദ്യതായിരുന്നു. അതിലൊരു സംശയവും വേണ്ട, വന്നവള് ചന്ദ്രമംഗലത്തെ തേതി തന്നെയാ, അയാൾ ഉറപ്പോടെ പറഞ്ഞു. ഇത്രയും നാളില്ലാത്തൊന്നും ഇപ്പൊ സംഭവിക്കാൻ കാരണം? അവനെ അയാളെ നോക്കാതെ ശ്രീകോവിലിൽ തന്നെ ദൃഷ്ടി പറിച്ചു മാറ്റാതെ ചോദിച്ചു. അതിന് കാരണം നാൽപ്പാട്ടുള്ളവരാരോ ആണ്. അതുകൊണ്ടാണ് അവളിപ്പോ ഇങ്ങനെ തിരിച്ചുവരവ് നടത്തി തന്നെ. എല്ലാ കർമ്മങ്ങൾക്കൊടുവിൽ അവളെ ഒരിടത്ത് ഇരുത്തിയതല്ലേ നമ്മള്. അതും വിച്ഛേദിച്ച് അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തോ ലക്ഷ്യമുണ്ടെന്ന് വേണം കരുതാൻ. ആ ലക്ഷ്യത്തിലേക്ക് അവൾ എത്തിക്കേണ്ട നമ്മുടെ കടമയാ. അയാൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സിലായില്ല. മേഘന അയാളെ നോക്കി തന്നെ നെറ്റി വിളിച്ചു. ഇപ്പോഴുള്ള അവസ്ഥയിൽ അവൾക്ക് ഒന്നിനും കഴിയില്ല. തന്റെ ദേഹം നഷ്ടപ്പെട്ട ഒരു ദേഹി മാത്രമാണ് അവള്. അവളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. ഇനി അവളെ തിരികെ പറഞ്ഞയക്കണമെങ്കിൽ അവളുടെ വരവിന് നമ്മൾ വഴിതെളിക്കണം. സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതിനും അത്രയേ ഉള്ളൂ ആകെ പ്രതിവിധി. അതെന്തിനാ അവൾ ഇവളെ തെരഞ്ഞെടുത്ത്? അല്പ ഈർഷ്യയോടെയാണ് ഇന്ദ്രൻ ആ ചോദ്യം ചോദിച്ചത്. തെരഞ്ഞെടുത്തതല്ല, ആ നിമിഷം അത് അങ്ങനെ സംഭവിച്ചു പോയതാ. മാനസിക പിരിമുറുക്കത്തിൽ ഏർപ്പെട്ട ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഒരാത്മാവിന് എളുപ്പത്തിൽ കഴിയും. പിന്നെ ഇവിടെ തേതിയെ നീലിയിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകം അവളുടെ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് അവൾ എളുപ്പത്തിൽ അതിന് വരുതിയിലാക്കാൻ കഴിഞ്ഞതും. ഒരാളുടെ ചിന്തകൾക്ക് വികലനം സംഭവിക്കുന്ന സമയത്താണ് അയാൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് ഇരയാകുന്നത്. ഇവിടെയോ അത്രയേ സംഭവിച്ചുള്ളൂ. ഒരിക്കലും മനസ്സ് ഏകാഗ്രമായിരിക്കുന്ന ഒരാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ഒരാത്മാവിനും കഴിയില്ല. അയാൾ അവനെ നോക്കി പറഞ്ഞു. ഇനിയിപ്പോൾ അവളിലേക്ക് അത് പ്രവേശിക്കരുത്. അതിനെന്താണ് ഇപ്പോൾ ഒരു പ്രതിവിധി? ഇന്ദ്രൻ ചോദിച്ചു.
ഞാനൊരു കൂട്ടം കുട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നാളെ മുതൽ ഉത്സവം കഴിയുന്നിടം വരെ, കൃത്യമായി പറഞ്ഞ ആറാട്ട് കഴിഞ്ഞ് പിറ്റേന്ന് വെളുപ്പിന് വരെ നീലിക്കുട്ടിയുടെ കൈകൊണ്ടൊരു നെയ്ത്തിരി ചന്ദനക്കാവിലമ്മയ്ക്ക് സമർപ്പിക്കണം. സരസ്വതീയാമത്തിന്റെ അവസാന ഘട്ടത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അയാൾ അവരെ ഓർമ്മപ്പെടുത്തി. പിന്നെ കുഞ്ഞിന്റെ ഒരു കണ്ണ് എപ്പോഴും വേണം. ആരെങ്കിലും അവൾക്കൊപ്പം എപ്പോഴും ഉണ്ടാവണം. കുഞ്ഞിന്റെ ജനന സമയം വെച്ച് നോക്കിയാണെങ്കിൽ അവൾക്കിപ്പോൾ അത്ര നല്ല സമയമല്ല. പിന്നെ ഈ അവസരത്തിൽ കുഞ്ഞിനെ കഴിവതും നാൽപ്പാട്ട് തറവാട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. അയാളുടെ വാക്കിൽ നീലിൽ വീണ്ടും ഭയത്തിന്റെ വിത്തുകൾ പാകി. നാളത്തോടെ എല്ലാത്തിനും തുടക്കം കുറിക്കപ്പെടും. അതിനു വേണ്ടുന്നതൊക്കെ അണിയറയിൽ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാളൊന്ന് കരുതിയിരുന്നുള്ളൂ. അയാളുടെ വാക്കിൽ കേൾക്കെ മേഘൻ ഇന്ദ്രനൊന്ന് പരസ്പരം നോക്കി. എന്നാ ഇനി രണ്ടാളും ദേവിയെ തൊഴുത് ഇറങ്ങിക്കോളൂ, അയാൾ പറഞ്ഞുകൊണ്ട് നടക്കാനാഞ്ഞതു. തിരുമേനി, ഇന്ദ്രൻ പെട്ടെന്ന് അയാളെ വിളിച്ചു. എന്താ തമ്പുരാൻകുട്ടി? അയാൾ അവരോട് തിരക്കി. നേരത്തെ ഞാൻ പറഞ്ഞ ധിക്കാരണെന്ന് അറിയാം. എനിക്കങ്ങനെ പറയാൻ അറിയൂ. വേറെ എന്ത് കാര്യമായിരുന്നെങ്കിൽ കൂടി ഞാൻ രണ്ടാമതുകൂടി ചിന്തിച്ചേനെ. പക്ഷെ ഇവളുടെ കാര്യത്തിൽ അതില്ല. അവിടെ ഞാനൊരു സ്വാർത്ഥനായ ഭർത്താവ് മാത്രമാണ്. അവൻ പറയുമ്പോൾ അയാൾ അതിനൊന്നും മന്ദഹസിച്ചു. ചില കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ സ്വയം വേണ്ടാന്ന് വെച്ച് നമ്മളിൽ നിന്ന് അകറ്റി നിർത്തിയാലും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വണ്ണം വിധി അതിനെ നമ്മളിലേക്ക് തന്നെ ചേർത്ത് വെക്കും. ഇന്ദ്രകുഞ്ഞെ അവര് നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നടന്നു. ഇന്ദ്രനാണെങ്കിൽ അയാൾ പറഞ്ഞിട്ട് പോയതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അയാളുടെ ആ വാക്കുകൾ അവനിൽ പടർത്തിയ ആദ്യ ചെറുതല്ലായിരുന്നു. അവനൊരു നിമിഷം തനിക്കരികിൽ ഒതുങ്ങി നിൽക്കുന്നവളെ നോക്കി. ആ കണ്ണുകളിലും എന്തെല്ലാമോ ചോദ്യങ്ങൾ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതിനെങ്ങനെ വായുമ്പോൾ നോക്കിക്കാതെ വരാൻ നോക്കടോ. അവളെ നോക്കി നിൽക്കുന്ന ഇന്ദ്രനെ കാണെ ഒന്ന് ചുണ്ടുകോട്ടി പറഞ്ഞുകൊണ്ട് മേഘൻ ശ്രീകോവിലിന് നേർക്ക് നടന്നു. താനെന്താണോ മാധവ ഈ വാലിന് തീ പിടിച്ച പോലെ പായുന്നേ? തന്റെ കടയിലേക്ക് ഓടിപ്പിടിച്ചു വന്ന മാധവൻ നായരെ കാണെ ചായക്കടക്കാരൻ കുട്ടൻ നായർ ഒരു കലിയാക്കലിന്റെ സ്വരത്തിൽ ചോദിച്ചു. നോക്കിക്കാ താൻ കുറച്ച് വെള്ളം എടുത്തടോ കുട്ടൻ നായരെ. അയാൾ ഇരിപ്പുറക്കാതെ പറഞ്ഞു. അയാളെ ഒന്ന് മുഖം ചുളിച്ച് നോക്കിക്കൊണ്ട് കുട്ടൻ നായർ ഒരു കോപ്പ് നിറയെ വെള്ളമെടുത്ത് അതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താനൊരുങ്ങിയതും മാധവൻ നായർ അതിന് സമ്മതിക്കാതെ അത് അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച അപ്പാടെ വായിലേക്ക് അമിഴ്ത്തി. രണ്ട് ചെറിയ അമ്പ്രാക്കന്മാരുടെ ഇടയിൽ കിടന്ന് താൻ ഒരുപാട് അങ്ങ് ഓടുന്നുണ്ട് അല്ലേടാ മാധവ? തന്റെ കറ പിടിച്ച പല്ലുകളാൽ അയാളെ നോക്കിയൊന്ന് പരിഹസിച്ചുകൊണ്ട് വേലായുധം പറഞ്ഞു. എന്നാൽ മാധവൻ നായർ അപ്പോഴും കേട്ട വാർത്തയുടെ നടുക്കം വിട്ടുമാറാതെ നെഞ്ചിൽ കൈവച്ച് ഒഴിഞ്ഞുകൊണ്ട് അവിടെയുള്ള ബെഞ്ചിലേക്ക് ഇരിപ്പുറപ്പിച്ചിരുന്നു. എന്താടാ മാധവ താൻ നെഞ്ചിൽ കൈവച്ച് ഒഴിയുന്നേ? നെഞ്ചുവേദനയാണോ? കുട്ടൻ നായരാകെ വിയർപ്പിൽ മുങ്ങി തന്നെ നെഞ്ചിൽ കൈവച്ച് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മാധവൻ നോക്കി തിരക്കി. എടോ നായരെ! കുട്ടൻ നായരുടെ ആ ചോദ്യത്തെ പാട അവഗണിച്ചുകൊണ്ട് മാധവൻ വിളിച്ചു. എന്താടോ? നാൽപ്പാട്ട് തമ്പുരാൻകുട്ടിയുടെ വേളിയില്ലേ ആ പെൺകുട്ടി? അയാൾ ചുറ്റി നോക്കിക്കൊണ്ട് തന്നെ സ്വരം താഴ്ത്തി. അതിനെന്താ? വേലായുധന് ആകാംക്ഷയേറി. അതിന്റെ ദേഹത്ത് ബാധ കയറിയെന്ന് മാധവൻ നായർ അവരിരുവരോട് അടക്കം പറഞ്ഞു. എന്താ ബാധയോ? താനിതെന്തൊക്കെയാണോ ഈ പറയുന്നേ? ആളുകൾക്ക് കുട്ടൻ നായർ അയാളെ നോക്കി ഒരു പുച്ഛഭാവത്തിൽ തിരക്കി. സത്യാണോടോ? വേലായുധനാണ്. സത്യ, എന്റെ പറശ്ശിനി കടവ് മുത്തപ്പനാണേ സത്യം. ഞാനിത് നമ്മുടെ തിരുമേനി പറയുന്ന ഒളിച്ചു നിന്ന് കേട്ടതാ. പക്ഷേ ഞാൻ ഞെട്ടിച്ചു കളഞ്ഞ വേറൊന്നാ. അയാൾ പറഞ്ഞ കുട്ടൻ നായരിലും വേലായുധനിലും ആകാംക്ഷയേറി. എന്താ? കുട്ടൻ നായരാണ്. ചന്ദ്രമംഗലത്തെ തീയതിയാണെന്നാ കേട്ടത്. അതുകൂടി ആയപ്പോഴേക്കും അവരിരുവരുടെയും കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് ചാടുന്ന വിധം പുറത്തേക്ക് തള്ളിയിരുന്നു. ദേദി കുഞ്ഞോ? കുട്ടൻ നായർ കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ ഉമിനീരിറക്കിക്കൊണ്ട് മാധവൻ നോക്കി ചോദിച്ചു. അയാൾ അതേന്ന പോലെ തലയാട്ടി. എന്റെ ദേവി! അത് കാണെ അയാൾ നെഞ്ചിൽ കൈവച്ച് വിളിച്ചുപോയി. എന്തൊക്കെയാണോ ഈ കേൾക്കണേ? എനിക്ക് ഒന്നങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയണില്ല. കുട്ടൻ നായർ ആ ചോദ്യത്തോടൊപ്പം അവിടെ കിടന്ന ബെഞ്ചിലേക്ക് ഇരുന്നു പോയി. കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. ആദ്യത്തെ കേട്ടതിന്റെ നടുക്കത്തിൽ ഞാൻ അവിടുന്ന് ഒറ്റ പാച്ചിലായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെ കാണണം? ഇതിനെല്ലാത്തിനും കാരണം നാളെ നടക്കുന്ന കൊടിയേറ്റാടോ. ഇത്ര നാളും നടക്കാതിരുന്നൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടത്തിക്കളയാന്ന് കരുതിയാ ഇതായിരിക്കും ഫലം. വേലായുധനൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. അത് നടക്കാതിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി നാളെ എന്തൊക്കെയാണാവോ നടക്കാൻ പോണെന്റെ ദേവി? കുട്ടൻ നായർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ പതിവിലും വിപരീതമായി നീലി 4 മണിക്ക് മുന്നേ കണ്ണു തുറന്നു. തലേ ദിവസം മുതൽ ആ കാര്യം മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും. ഇന്ന് ആ സമയമായപ്പോഴേക്കും മിഴികൾ ചിമ്മി തുറന്നു. ഉറക്കം എഴുന്നേറ്റവളുടെ ദൃഷ്ടി ആദ്യം പോയത് താഴെ ഒറ്റപ്പായ വിരിച്ച് കിടക്കുന്നവന് നേർക്കാണ്. ആകെ ചുരുണ്ടുകൂടിയുള്ള ആ കിടത്തം കാണെ അവളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. കൈകൾ രണ്ടും കാലുകൾക്കിടയിൽ വെച്ചാണ് അവളുടെ കിടപ്പ്. ഒടുത്തിരുന്ന മുണ്ട് പുതപ്പോലെ ദേഹത്ത് പുതച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കൊണ്ട് അവൾ അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടി വെച്ചുകൊണ്ട് എഴുന്നേറ്റു.
തൊട്ടിൽ കിടക്കുന്ന ആൾ വായിൽ വിരൽ വെച്ച് നല്ല ഉറക്കമാണ്. അത് കണ്ടതും അവൾ പയ്യ വിരലെടുത്ത് മാറ്റിക്കൊണ്ട് താഴെ കിടക്കുന്നവനരിയിലേക്ക് നീങ്ങി. ഇന്ദ്രേട്ടാ, അവൾ അവനെ തട്ടി വിളിച്ചു. അവനൊന്ന് ഞരങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. എഴുന്നേൽക്ക്, പോവണ്ടേ? തന്നെ മുഖം ചൊളിച്ച് നോക്കുന്നവനെ നോക്കി അവളത് പറഞ്ഞതും അവനൊന്ന് മൂരി നിവർന്നുകൊണ്ട് അവളെ നോക്കി. ഇന്നലെ രാത്രി തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും ഒരു ഊഹവുമില്ല. ശീലമില്ലാത്ത കിടത്തമായതുകൊണ്ട് തന്നെ മേൽ മുഴുവൻ നന്നായി വേദനിക്കുന്നുണ്ട്. അവൻ ദേഹത്ത് വച്ചിരുന്ന മുണ്ടെടുത്ത് മാറ്റി എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൾ വേഗം അവനിൽ തന്റെ കണ്ണുകൾ മാറ്റിക്കൊണ്ട് മരാലമാരെ ലക്ഷ്യം വെച്ച് നടന്നു. അവനതൊന്നും കാര്യമാക്കാതെ ആ പായം ചുരുട്ടി വെച്ച് എഴുന്നേറ്റു. അവൾ വേഗം രണ്ടാൾക്കും കുളിച്ചു മാറിയിടാനുള്ള വസ്ത്രവും എടുത്ത് അവനരികിലേക്ക് നടന്നു. അവൾ വരുന്ന കാണെ അവൻ അവളെ നോയിക്കൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവന് പുറകെയായി അവളും. ഈ നേരത്തിന് കുളത്തിലേക്ക് പോകണ്ട, ഇവിടെ കുളിക്കാലോ. അടുക്കളപ്പുറത്തെത്തിയതും തറവാട്ടുകൾ ലക്ഷ്യം വെച്ച് നടക്കാനൊരുങ്ങിയവനെ കാണെ അവൾ പറഞ്ഞു. അവൻ തന്നെ നടത്തവും നിർത്തിക്കൊണ്ട് അവളെ സംശയഭാവത്തിലൊന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ ആ നോട്ടം കാണെ അവൾ നന്നായി ഒന്ന് പരിങ്ങി. ഇഴജന്തുക്കളൊക്കെ ഇറങ്ങി നടക്കുന്ന സമയ, അതാ ഞാൻ. തന്റെ നേർക്ക് സംശയത്തോടെ ഉറ്റുനോക്കുന്ന അവന്റെ കണ്ണുകളെ നേടാൻ കഴിയാതെ അവളൊന്ന് മുക്കിയും മൂളിയും പറഞ്ഞൊപ്പിച്ചുകൊണ്ട് ബാത്റൂമിനകത്തേക്ക് കയറി വാതിലടച്ചു. അവളുടെ ആ പരിങ്ങിയുള്ള വർത്തമാനവും പോക്കുമെല്ലാം നോക്കുന്നവന്റെ ചുളിഞ്ഞ നെറ്റി നേരെയാവാൻ അധിക നേരം വേണ്ടി വന്നില്ല. തന്നെ ഏതെങ്കിലും ഇഴജന്തുക്കൾ കടിച്ചാലോ എന്നുള്ള പേടിക്കുമപ്പുറം ആ നോട്ടത്തിലും സംസാരത്തിലുമെല്ലാം നിറഞ്ഞു നിന്ന് ഒറ്റയ്ക്ക് ഈ സമയത്ത് കുളിക്കാൻ കയറുമ്പോൾ തോന്നുന്ന പേടിയാണെന്ന് മനസ്സിലായതും അവന്റെ ചുണ്ടുകളൊന്ന് വിടർന്നു. ഇവിടെ നിൽക്കുവോ, എനിക്ക് പേടിയാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടുപോയവളെ ഓർക്കെ വന്ന ചിരി അവൻ തന്നെ കീഴ്ചുണ്ട് കടിച്ചൊതുക്കി. അവന്റെ ചുണ്ടുകൾ അത്രയും പ്രണയത്തോടെയും കുറുമ്പോടെയും അവളെ പയ്യൊന്ന് വിളിച്ചുകൊണ്ട് അവൻ ആ അടുക്കളത്തിട്ടയിലേക്കായിരുന്നു. ഞാൻ എപ്പോ തൊട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്ന നേരെന്തായിരുന്നു വല്ല ബോധമുണ്ട് ഉണ്ണി തമ്പുരാന്? അവൾ ഉറക്കച്ചടവോടെ തന്നെ നോക്കി നിൽക്കുന്ന മേഘനോടായി ചോദിച്ചുകൊണ്ട് അവനെ കണ്ണുകൂർപ്പിച്ചൊന്ന് നോക്കി. ഞാനൊന്ന് ഉറങ്ങിപ്പോയിന് ഭാര്യയെ. അവൻ മാർക്കച്ച പോലെ ചുറ്റിരിക്കുന്നുമുണ്ട് ഒന്നുകൂടി ഒന്ന് മുറുക്കി ചുറ്റിക്കൊണ്ട് അവൾ നോക്കി ചുണ്ടി ഉളുക്കി പറഞ്ഞു. അയ്യോ പാവം, എന്താ നിൽപ്പ് നോക്കിയേ, നീ കിടുങ്ങാതെ പോവാൻ നോക്കട ചൊറിയും ചേനെ. അവൾ പറയുന്നതിനൊപ്പം അവനെ മുറിക്ക് പുറത്തേക്ക് തള്ളി. നീ വരുന്നില്ലേ? അവൻ ചടപ്പോടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വന്നിട്ടല്ലോ നിങ്ങൾ ഇത്ര നാളും കുളിച്ചുകൊണ്ടിരുന്ന്, വെറുതെ നിന്ന് താളം ചവിട്ടാ പോവാൻ നോക്കടാ മനുഷ്യ. അവളൊന്ന് കണ്ണുരുട്ടി പറഞ്ഞുകൊണ്ട് തന്റെ തോളിൽ കിടന്ന വസ്ത്രമെടുത്ത് അവനെ തോളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എന്ത് നോക്കി നിൽക്കുക? എന്നിട്ടും പോവാൻ നിൽക്കുന്നവനെ നോക്കി അവൾ ചുണ്ടൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ താണ്ടിൽ പിടിച്ചൊന്ന് കിള്ളിക്കൊണ്ട് ആ വിരൽ തന്റെ ചുണ്ടോട് ചേർത്തു. അടുത്ത കിന്നാരത്തിലുള്ള ഒപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ. അവൾ സ്വയം നെറ്റിയിൽ അടിച്ചു പറഞ്ഞുകൊണ്ട് അവന് മുന്നിൽ മുറിയുടെ വാതിൽ കൊട്ടിയടച്ചു. ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് നിന്റെ ഈ നടയടക്കുന്ന പരിപാടി ഞാൻ അധികം വൈകാൻ നിർത്തിച്ചു തരുന്നുണ്ടടി കുഞ്ഞമ്മിണി. അവനൊന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മീശ പിരിച്ച് താഴേക്ക് നടന്നു നീങ്ങി. തന്റെ കയ്യിൽ കരുതിയിരിക്കുന്ന എണ്ണയും തിരിയും കൂട്ടിപ്പിടിച്ച് ആ വനവീഥിയിലൂടെ തനിക്കൊപ്പം മുന്നോട്ട് നടന്നു നീങ്ങുന്നവളെ ഇന്ദ്രനെ ഒന്ന് നോക്കി. മുന്നോട്ട് നടന്നു നീങ്ങുന്നുണ്ടെങ്കിലും ആ കണ്ണുകൾ തങ്ങൾക്ക് മുമ്പിലുള്ള മൺപാതയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തേക്കും എത്തുന്നുണ്ട്. ഭയം കൊണ്ട് നിശബ്ദത കൈവരിച്ചവരുടെ കണ്ണുകളിൽ ആ പിടപ്പും പരിഭ്രമവും മനസ്സിലാക്കിയെടുക്കാൻ അവന്റെ നയനങ്ങൾക്ക് എളുപ്പം കഴിഞ്ഞു. ഉത്സവമായിട്ടെന്താ ഇവിടെ ഈ വഴിയിൽ ട്യൂബ് ലൈറ്റ് പോലും വെക്കാതിരുന്നേ? നാളെ മുതൽ രാത്രിയും പകലൊക്കെ ആളുകൾ നിറയുന്നില്ലല്ലേ ഇത്? അപ്പൊ ഒരു വെട്ടം പോലും ഇല്ല, ഞാൻ അതെങ്ങനെ ശരിയാവുക? അവൾ ഓരോ അടിയും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവനോട് തിരക്കി. നാളെ രാവിലെ ശരിയാക്കാനുള്ള ആളുകളിങ്ങെത്തും. ഇങ്ങോട്ടേക്കാന്ന് പറയുമ്പോഴേക്കും പണിക്ക് വരാൻ നേറ്റവർക്ക് കാലുമാറും. പിന്നെ എങ്ങനെ ആളെ കിട്ടാനാ? അവൻ തന്നെ തോളിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിപ്പിണിയെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് നീളം പിളിർത്തുകൊണ്ട് തങ്ങളുടെ വഴി തടസ്സം സൃഷ്ടിക്കുന്ന വേരുകൾ ഓരോന്നിനെയും അത്രയും സൂക്ഷ്മതയോടെ കവച്ചു വെച്ച് മുന്നിലേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.